ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ചെണ്ടക്കപ്പയും ചമ്മന്തിയും ഉണ്ടാക്കാം. ഇത് എൻ്റെ വീട്ടിലുണ്ടായ കപ്പയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല സ്വാദുള്ള കപ്പയാണ്, പെട്ടെന്ന് വേകുകയും ചെയ്യും. നമ്മൾ ഈ കപ്പ ഇതുപോലെ നുറുക്കിയെടുക്കുമ്പോൾ തന്നെ അത് രണ്ടായിട്ട് പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കപ്പയുടെ വേരെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ടാവും. മണ്ണൊന്നും ഒട്ടുമില്ലാതെ നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ: തേങ്ങ ചിരണ്ടിയത്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, പിന്നെ നല്ല കാന്താരിമുളക്. കാന്താരിമുളകിന് പകരം പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് ചമ്മന്തി നന്നായി അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇത്ര എളുപ്പത്തിൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. പാത്രത്തിൽ വെള്ളം വെച്ച് അത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ കപ്പ നമ്മൾ തുറന്ന് വെച്ചാണ് കേട്ടോ വേവിക്കേണ്ടത്. ഒരു 3/4 വേവാകുമ്പോൾ നമുക്കതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ കപ്പ പാകത്തിന് വെന്ത് കഴിഞ്ഞു. നമുക്കിത് വെള്ളം ഊറ്റിയെടുക്കാം. നമ്മുടെ കപ്പയും ചമ്മന്തിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു.